ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വിക്രം എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് കൈദി 2 വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അതിൻ്റെ കഥ നടക്കുന്നത് വിക്രത്തിന് ശേഷമാകും എന്നാണ് നമ്മളിൽ പലരും കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഹരീഷ് പേരാടി വിക്രം സിനിമയുടെ കഥ നടക്കുന്നത് കൈദിക്കും 75 ദിവസങ്ങൾക്ക് ശേഷമാണെന്നും കൈദി 2വിൻ്റെ കഥ നടക്കുന്നത് കൈദിക്കും 25 ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് പറഞ്ഞിരുന്നു. സോ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണെങ്കിൽ കൈദി 2വിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കാം അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ സ്പോയിലറായി പോകാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പോയിലർ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യത്തേത്, എന്തുകൊണ്ടാണ് ദില്ലി മകളെയും കൂട്ടി നോർത്ത് ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നത്? കൈദിയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് ദില്ലി മകളെയും സഹായിയെയും കൂട്ടി മറ്റൊരു നാട്ടിലേക്കോ മറ്റോ പോകുന്നതായിട്ടാണ്. എന്നാൽ വിക്രത്തിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ പോയിരുന്നത് നോർത്ത് ഇന്ത്യയിലേക്കാണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഹരീഷ് പേരാടി പറഞ്ഞതനുസരിച്ച് കൈദിക്കും വിക്രത്തിനും ഇടയിൽ കൈദി 2 എന്ന കഥ നടന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കൈദിയുടെ അവസാനത്തെ ആ സീനിൽ നിന്നും വിക്രത്തിൽ കാണിച്ചതുപോലെ നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് ദില്ലിയും മകളും പോവുകയല്ല, പകരം കൈദിയിൽ പോകുന്ന ആ സീനിന് ശേഷം മറ്റെന്തെല്ലാമോ കാര്യങ്ങൾ വീണ്ടും നടക്കുകയും അത് തമിഴ്നാട്ടിലോ മറ്റോ വെച്ച് തന്നെ നടക്കുകയും ആ സംഭവങ്ങൾക്ക് ശേഷമാകും ദില്ലി മകളെയും സഹായിയെയും കൂട്ടി നോർത്ത് ഇന്ത്യയിലേക്ക് പോയിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ദില്ലിക്ക് മകളെയും സഹായിയെയും കൂട്ടി മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നത്, അതിന് ആരെല്ലാമാണ് കാരണക്കാർ എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ നോക്കാം. അതിനു മുന്നേ അടുത്ത കാര്യം, ബിജോയ്. കൈദി എന്ന സിനിമയിൽ വിജയ് ദില്ലിക്ക് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. തൻ്റെ മകള് പഠിക്കുന്നത് പോലെ വലിയൊരു സ്കൂളിൽ തന്നെ ദില്ലിയുടെ മകളെ ചേർക്കാമെന്നും നല്ലൊരു റൂമും ഒരു ഫാനും എല്ലാം അവൾക്ക് കൊടുക്കാമെന്നും. എന്നാൽ വിക്രത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ആ കുട്ടി ജീവിക്കുന്നതെന്നാണ്. ഇതിന് കാരണം ഓൾറെഡി തന്നെ നമുക്ക് വിക്രം കണ്ടതിന് ശേഷം മനസ്സിലാകുന്നതാണ്. ബിജോയ്ക്ക് തൻ്റെ ഭാര്യയും മകളെയുമെല്ലാം വില്ലന്മാർ കാരണം നഷ്ടപ്പെട്ടിരുന്നുവെന്ന്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം മിക്കവാറും കൈദി 2വിൽ കാണാൻ സാധ്യതയുണ്ട്. വില്ലന്മാർ വന്നുകൊണ്ട് ബിജോയുടെ ഭാര്യയും മകളെയും കൊല്ലുകയും ഈ കാരണം കൊണ്ടാണ് ബിജോയ്ക്ക് ദില്ലിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതിരുന്നതെന്നും ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നതാണ്. സോ ഇനി ആരാണ് ഇതിനെല്ലാം കാരണമെന്ന് നോക്കിയാൽ അതിന് ഒരു ഉത്തരമേ കാണുകയുള്ളൂ, അടൈക്കളം. കൈദി സിനിമയുടെ അവസാനത്തിൽ അടൈക്കളം ജയിലിനുള്ളിലായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ ഹരീഷ് പേരാടിയുടെ സ്റ്റീഫൻ രാജ് എന്ന കഥാപാത്രത്തെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. എന്നാൽ വിക്രം എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ അടൈക്കളം ജയിലിന് പുറത്താണെന്നും സ്റ്റീഫൻ രാജും ഇതുപോലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നുവെന്നും ബ്ലാക്ക് സ്ക്വാഡ് അയാളെ കൊന്നുമെന്നുമാണ് കാണിക്കുന്നത്. സോ കൈദി 2വിൽ നമ്മൾ കാണുന്നത് ആരോ അടൈക്കളത്തെയും സ്റ്റീഫൻ രാജിനെയും എല്ലാം ജയിലിൽ നിന്ന് പുറത്തിറക്കിയെന്നും ഒരുപക്ഷെ നിയമപരമായിട്ട് തന്നെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ മറ്റോ ആക്രമിച്ചുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്തിയെന്നും അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുള്ള അടൈക്കളവും സ്റ്റീഫൻ രാജും തങ്ങളെ ഇങ്ങനെ കുഴപ്പത്തിലാക്കിയിട്ടുള്ള ബിജോയുടെ കുടുംബത്തെ ആക്രമിക്കുകയും ഭാര്യയും മകളെ കൊല്ലുകയും ചെയ്തിരിക്കാം. സോ ഈ സമയം മറ്റൊരു നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ദില്ലി ബിജോയെ സഹായിക്കാനായി തിരിച്ചു വരികയും അല്ലെങ്കിൽ അടൈക്കളത്തിന് ഓൾറെഡി തന്നെ ദില്ലിയെ അറിയാമെന്ന് പറയുന്നത് കൊണ്ട് അടൈക്കളം ബിജോയോട് പ്രതികാരം ചെയ്യുന്നത് പോലെ ദില്ലിയെ കണ്ടുപിടിച്ച് ദില്ലിയോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയും ഈ സംഭവങ്ങൾക്ക് ശേഷമാകാം ദില്ലി നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. വിക്രം എന്ന സിനിമയിൽ കാളിദാസ് അവതരിപ്പിച്ചിട്ടുള്ള പ്രഭജൻ എന്ന ക്യാരക്ടറും ബിജോയുമായി കണക്ഷൻ ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. ഈ വിക്രം എന്ന സിനിമയിൽ തന്നെ 3-ാം മാസത്തിലാണ് പ്രപഞ്ചൻ മരിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിന് 3 മാസങ്ങൾക്കിപ്പുറമാണ് സ്റ്റീഫൻ രാജ് എന്ന ക്യാരക്ടർ മരിക്കുന്നതായിട്ടും വിക്രം മരിച്ചുവെന്ന് വരുത്തി തീർക്കുന്നതായിട്ടും കാണിക്കുന്നത്. സോ കൈദിയിൽ നിന്നും ഏകദേശം ഒരു 3 മാസത്തെ ഗ്യാപ്പ് വിക്രം സിനിമയിലുണ്ട്. ഹരീഷ് പേരാടി പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു 75 ദിവസത്തെ ഗ്യാപ്പാണ് ഈ 2 ചിത്രങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈദി എന്ന ചിത്രത്തിന്റെ കഥ നടക്കുന്ന സമയത്ത് തന്നെയാണ് പ്രപഞ്ചൻ മരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നോക്കുമ്പോൾ കൈദിയിലെ സംഭവങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രപഞ്ചനെ സന്തനവും മറ്റും വന്നുകൊണ്ട് കൊല്ലുകയും ഈ സമയം തന്നെ അടൈക്കളവും മറ്റും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയും ബിജോയെയും കുടുംബത്തെയും ആക്രമിച്ച് ബിജോയുടെ ഭാര്യയും മകളെയും കൊല്ലുകയും ഈ സമയം ഇവരെ രക്ഷിക്കാനായി ദില്ലി തിരിച്ചു വരികയും ഈ ഒരു സമയത്താണ് കൈദി 2വിന്റെ കഥ മുഴുവനായി സംഭവിക്കുന്നത്. ഇതിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ വിജയ് പ്രപഞ്ചന്റെ അച്ഛനായിട്ടുള്ള വിക്രത്തിന്റെ ബ്ലാക്ക് സ്ക്വാഡിലേക്ക് ചേരുകയും ഒരുപക്ഷെ വിക്രം ദില്ലിയോട് നിന്റെ മകൾക്ക് ആകെ നീ മാത്രമേ ഉള്ളൂവെന്നും അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദില്ലിയെ നോർത്ത് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടതുമാകാം. കാരണം വിക്രത്തിന് മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, പിന്നെയുള്ള കൊച്ചുമകനെ സംരക്ഷിക്കാൻ അമ്മയുണ്ട്. വിജയ്ക്ക് ഭാര്യയും മകളെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ദില്ലിയുടെ മകൾക്ക് ആകെ സംരക്ഷണത്തിനായി ഉള്ളത് ദില്ലി മാത്രമാണ്. സോ അതുകൊണ്ട് കൈദി 2വിന്റെ അവസാനം എത്തുമ്പോൾ വിക്രം പറഞ്ഞതനുസരിച്ചായിരിക്കാം ദില്ലി നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത്. ഇത് കഴിഞ്ഞ് ഒരു 50 ദിവസങ്ങൾക്ക് ശേഷമാകാം ബിജോയും വിക്രവും എല്ലാം ചേർന്നുകൊണ്ട് ആ ബ്ലാക്ക് സ്ക്വാഡിലൂടെ സ്റ്റീഫൻ രാജിനെയും മറ്റും കൊന്നുകൊണ്ട് വിക്രത്തിന്റെ കഥ തുടങ്ങുന്നത്.
സോ ഇനി ആരാകും ഈ അടൈക്കളത്തെയും സ്റ്റീഫൻ രാജിനെയും എല്ലാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ അത് റോളക്സ് ആകാൻ സാധ്യതയുണ്ട്. റോളക്സ് അത്രയും വലിയൊരു വില്ലനായി കാണിച്ചിരിക്കുന്നത് കൊണ്ട് അയാളുടെ പവർ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇവരെ പുറത്തിറക്കാൻ സാധിക്കും. സോ എന്നിരുന്നാലും എനിക്ക് തോന്നിയത് റോളക്സിന് പകരം കീ റോളക്സ് എന്നുള്ള ക്യാരക്ടർ ആയിരിക്കാം. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി വിക്രം എന്ന സിനിമയിൽ പറയുന്നുണ്ട്. എന്നാൽ അത് ആരാണെന്ന് കാണിച്ചിട്ടില്ല. റോളക്സിന് താഴെയുള്ള, എന്നാൽ റോളക്സ് പറയുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, മറ്റുള്ളവരെല്ലാം ഭയക്കുന്ന ഒരാളായിട്ടാണ് ഈ കീ റോളക്സിനെ കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ റോളക്സ് പറഞ്ഞതനുസരിച്ച് കീ റോളക്സ് എന്ന ക്യാരക്ടർ വന്നുകൊണ്ടായിരിക്കാം അടൈക്കളത്തെയും സ്റ്റീഫൻ രാജിനെയും എല്ലാം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ റോളക്സ് എന്ന ക്യാരക്ടറിന് ഈ ചിത്രത്തിൽ വിക്രത്തെക്കാട്ടിലും കൂടുതൽ സീനുകളെല്ലാം ഉണ്ടെങ്കിലും ഡയറക്റ്റ് ദില്ലിയുമായിട്ടുള്ള ഫൈറ്റ് ഒന്നും വരാതെ പകരം കീ റോളക്സ് എന്ന ക്യാരക്ടറിനെ ആയിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി കൊണ്ടുവരുന്നത്. എന്നിരുന്നാലും ഈ കീ റോളക്സ്, അൻപ്, അടൈക്കളം ഇവരെ എല്ലാം കൂടാതെ മറ്റു ചില വില്ലന്മാരും കൂടി ഈ ചിത്രത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവരുമായി ദില്ലി ഫൈറ്റ് നടത്താനും അവരെ കൊന്നിരിക്കാനും ചാൻസുമുണ്ട്. അങ്ങനെ കരുതാനുള്ള കാരണം കൈദി എന്ന ചിത്രത്തിൽ അൻപും അടൈക്കളവുമാണ് പ്രധാന വില്ലന്മാരായി വരുന്നതെങ്കിലും ദില്ലി ഇവർ രണ്ടുപേരുമായി നേരിട്ടൊരു ഫൈറ്റ് നടത്തുന്നതേയില്ല. പകരം ഇവരുടെ താഴെയുള്ള ഇവരുടെ സഹായികളുമായി ഫൈറ്റ് നടത്തുന്നതായും അവരെയെല്ലാം കൊല്ലുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കൈദി 2 ശേഷം വരുന്ന വിക്രത്തിലും അൻപും അടൈക്കളവും കീ റോളക്സും എല്ലാവരുമുണ്ട്. അതുകൊണ്ട് തന്നെ കൈദി 2 എന്ന ചിത്രത്തിൽ ദില്ലി ഇവരെല്ലാവരുമായിട്ട് ഫൈറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവരെ ആരും കൊന്നിട്ടില്ല എന്നും പകരം കൈദി എന്ന ചിത്രത്തിലേതുപോലെ ഇവരുടെ കൂടെ വരുന്ന മറ്റാരെങ്കിലും എല്ലാമായി ദില്ലി ഫൈറ്റ് നടത്തുന്നുണ്ടെന്നും അവരെയെല്ലാം ദില്ലി കൊല്ലുന്നുണ്ടെന്നും കരുതാം. ഇതോടൊപ്പം തന്നെ കൈദി എന്ന ചിത്രത്തിൽ അടൈക്കളം ജയിലിൽ കിടക്കുകയും അടൈക്കളത്തിന്റെ അനിയൻ അൻപാണ് ഇങ്ങനെയുള്ള വിലത്തരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കൈദിക്കും 25 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് കൈദി 2 കഥ നടക്കുന്നത് എന്നതുകൊണ്ട് ഈ സമയം നെപ്പോളിയന്റെ കയ്യിൽ നിന്നും അടികിട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന അൻപിനെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ അൻപ് ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുകയും ഇതേ സമയം പുറത്തിറങ്ങിയിട്ടുള്ള അടൈക്കളമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അതായത് ആ ചിത്രത്തിൽ അടൈക്കളം ജയിലിൽ കിടക്കുകയും അനിയൻ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ചിത്രത്തിൽ അൻപ് ഹോസ്പിറ്റലിൽ കിടക്കുകയും അടൈക്കളം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടുമാകും കാണിക്കാൻ പോകുന്നത്. മറ്റൊരു ചോദ്യം, കൈദിയുടെ കഥ നടന്നതുപോലെ ഈ ചിത്രത്തിന്റെ കഥയും ഒറ്റ രാത്രിയിലാണോ നടക്കാൻ പോകുന്നതെന്നാണ്. കൈദി എന്ന ചിത്രം അത്രയും വലിയ വിജയമായി മാറിയതും കൂടുതൽ ആസ്വാദ്യകരമായതും ഒറ്റ രാത്രി നടക്കുന്ന കഥ അത്രയും ത്രില്ലോടുകൂടി കാണിച്ചത് കൊണ്ടാണ്. അത്തരത്തിൽ ഒരു രാത്രി നടക്കുന്ന കഥ അല്ലെങ്കിൽ ഒരു ദിവസം നടക്കുന്ന കഥ തന്നെയായിട്ടാണോ ലോകേഷ് കനകരാജ് ഈ രണ്ടാമത്തെ ചിത്രവും അവതരിപ്പിക്കാൻ പോകുന്നത്? അത്തരത്തിലാണെങ്കിൽ കൂടുതൽ രസകരമായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടൊപ്പം തന്നെ അടൈക്കളവും ദില്ലിയുമായിട്ടുള്ള ഫ്ലാഷ് ബാക്ക് എന്താണ്, ദില്ലിയുടെ ഭാര്യയെ കൊന്നത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളുമുണ്ട്. കൈദിയിൽ ദില്ലിയുടെ ഭാര്യയെ ആരെല്ലാമോ ഉപദ്രവിച്ചുവെന്നും അവരെ കൊന്നുകൊണ്ടാണ് ദില്ലി ജയിലിൽ പോയതെന്നും പറയുന്നുണ്ട്. കൂടാതെ അടൈക്കളത്തിന് ദില്ലിയെ ഓൾറെഡി തന്നെ അറിയാമെന്നും കാണിച്ചിട്ടുണ്ട്. സോ ഇവർ തമ്മിലുള്ള ആ ഫ്ലാഷ് ബാക്കുകൾ എന്താണ്? ഒരുപക്ഷെ ദില്ലിയുടെ ഭാര്യയുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് അടൈക്കളത്തിന്റെ സംഘങ്ങളും മറ്റുമാണോ എന്നീ കാര്യങ്ങളും കൈദി 2 കാണാൻ സാധ്യതയുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാകും കൈദി 2 സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ആകെ ഒരു മിസ്റ്റേക്കായി തോന്നിയിട്ടുള്ളത് കൈദിയിൽ നിന്നും 75 ദിവസം മാത്രം അകലെയുള്ള വിക്രത്തിലേക്ക് എത്തിയപ്പോൾ ഈ കുട്ടിയുടെ വളർച്ചയിൽ പ്രായത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. കൈദിയിൽ ആ കുട്ടിക്ക് 10 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. ദില്ലി ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നുവെന്നും 14 വർഷത്തെ തടവ് 4 വർഷം കുറച്ച് 10 വർഷം കഴിഞ്ഞ് ഇറങ്ങിയെന്നുമാണ് പറയുന്നത്. സോ ആ സമയം കുട്ടിക്ക് 10 വയസ്സായിരുന്നുവെങ്കിൽ ഇവിടെ 75 ദിവസങ്ങൾക്ക് ശേഷം കാണിച്ചിരിക്കുന്നത് ആ 10 വയസ്സുള്ള കുട്ടിയായിട്ടല്ല. സോ ആ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിൽ അവർക്ക് കുറച്ച് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നിയത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൈദി 2 കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും അതിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.